KG ജ്യോതിർഘോഷ് ഇപ്പം വീണ്ടും കറങ്ങി ഹെലികോപ്റ്ററിലേക്കും വിരുന്നിലേക്കും സ്വർണ്ണക്കട ഉദ്ഘാടനത്തിലേക്കും തന്നെ എത്തുകയാണ്. ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പം നോക്കൂ, VD സതീശൻ മുഖ്യമന്ത്രി ആ കസേരയിൽ എത്തിയതുപോലും ഒരു ക്രൈസിസ് മാനേജ് ചെയ്തിട്ടാണ്. അപ്പം കേരളത്തിലെ ജനങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് VD സതീശൻ. MLA-മാരുടെയൊക്കെ പിന്തുണ ഇല്ലാഞ്ഞിട്ട് പോലും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ക്രൈസിസ് മാനേജ് ചെയ്ത് അധികാരം ലഭിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ കാണുമ്പോൾ അതിലൊരു ഔചിത്യക്കുറവുണ്ട് എന്നത് ശരിയല്ലേ? അത് ഔചിത്യക്കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഔചിത്യക്കുറവുണ്ടെന്ന് പറയാം. അതല്ല എങ്കിൽ ഉദാഹരണത്തിന് അവിടെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുന്ന ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്ത മുഖത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ഈ മുഖ്യമന്ത്രിമാർ പോവുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവിടെ പ്രദേശത്തേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സംവിധാനങ്ങൾ തന്നെ കുഴപ്പത്തിലാവും. പിന്നെ മറ്റൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാണെങ്കിലും അധികൃതരാണെങ്കിലും ഇപ്പോൾ റാന്നിയിലെ ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ആ ദുരിതാശ്വാസ ക്യാമ്പിലെ ആ ഉദ്യോഗസ്ഥർ വന്ന് 3 നേരവും തങ്ങളെടുത്ത് വന്ന ആവശ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ദുരിതത്തിൽ അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പറഞ്ഞ പോലെ അവരെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഔചിത്യം ഉണ്ടെന്ന് പറയാം. അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 2018 പ്രളയവുമായിട്ട് ഒരു കാരണവശാലും ഇതിനെ താരതമ്യം ചെയ്യരുത്. 2018 പ്രളയം മുഴുവൻ മലയാളികളും അത് നേരിട്ട് അനുഭവിച്ചതാണ്. ഇതിപ്പം മുഴുവൻ മലയാളികളും നേരിട്ട് അനുഭവിക്കും. നമ്മളെല്ലാം കാഴ്ചക്കാരായിട്ട് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കോഫി ഷോപ്പിൻ്റെ കാര്യം പറയുകയുണ്ടായി. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത് അത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു പ്രോഗ്രാമാണെന്ന് പറയുന്നു. അതൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ ആ സമയത്തെ ഡിസിഷനാണ്. ചിലപ്പോൾ അത് ശരിയാകാം, തെറ്റാകാം. ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് ഒരു മുഖ്യമന്ത്രിയല്ല, നമ്മളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുക്കുന്നുണ്ടാവും. ഒരു മുഖ്യമന്ത്രി ഒരു പ്രാദേശികമായ ഭക്ഷണം കഴിക്കുന്നതിനെ വിമർശിക്കുന്നതിനപ്പുറം ഇപ്പം സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കേണ്ടെന്ന് ആരും കേരളത്തിലെ ജനങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ആ പൊന്നാനിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിന് തൊട്ടടുത്താണ് അന്ന് കടൽക്ഷോഭത്തിൽ 5 വീടുകൾ കടലെടുത്തു പോയത്. അവിടേക്ക് ചെല്ലാം, ഞാൻ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം നൽകാം. അവിടെ പരാജയപ്പെട്ടു പോയില്ലേ എന്ന ചോദ്യമില്ലേ? അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം എന്തിനാണ്? അത് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമല്ലേ? അവിടെ ഓൾറെഡി ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യാം. പോട്ടെ, ഹൈബീഡൻ ഉണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചൂടെ? മുഖ്യമന്ത്രിയെ ആ ദിവസം സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത് കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവോ? അത് നമ്മൾ ഇത് പറയുക അനൗചിത്യമാണ്. ചിലപ്പോൾ നമുക്ക് അനൗചിത്യമാണോ എന്ന് തോന്നുകയാണെങ്കിൽ അത് അനൗചിത്യമാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ ഇഷ്യൂ വരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെന്ന് പറയാൻ വരുന്നത് എൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വന്നതാണ്. കാരണം 62 വയസ്സായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിൻ്റെ പ്രായം നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ 24/7 ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ മുഖ്യമന്ത്രി എത്ര തന്നെ നമുക്ക് വിമർശിക്കാമെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മുഴുവൻ സമയം നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പറ്റത്തില്ല. എത്ര തന്നെ അലസനായിട്ടിരുന്നാൽ പോലും ശ്രദ്ധിക്കാതെ പറ്റത്തില്ല. അപ്പോൾ ഈ മുഴുവൻ സമയം നമ്മളുടെ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കുന്ന വ്യക്തി, അതേസമയത്ത് അദ്ദേഹം വ്യക്തി കൂടെയാണ്. എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആ 80 ലക്ഷം രൂപ മാസം കൊടുക്കണം? ഇപ്പം കാറിനകത്ത് വരുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ട്രെയിനിൽ വരുന്നതിനെക്കാട്ടിലും ലാഭമാണ് ആ ഹെലികോപ്റ്റർ എടുത്ത് വന്നിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ കാര്യങ്ങൾ നോക്കുന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രി കിടക്കുകയാണെങ്കിൽ വന്ന് കണ്ടിട്ട് പോകാൻ എന്താ കുഴപ്പം? അത് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ, അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കും അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പം മുഖ്യമന്ത്രി ഇത് പറഞ്ഞു, നമുക്ക് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റുക? അപ്പോൾ അദ്ദേഹം പറയുന്നു ഇൻവെസ്റ്ററെ കണ്ടു, ചില സമയങ്ങളിൽ അങ്ങനെ കാണേണ്ടി വരും, ചിലപ്പോൾ ഒരു 1-to-1 ടോക്ക് വേണ്ടി വരും. അദ്ദേഹം പറയുന്നു അങ്ങനെ കണ്ടു എന്ന് പറയുന്നു. നമുക്കത് കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ ആൾക്കാരുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, അത് പറയണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഇത്തരം വിഷയങ്ങളുടെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറഞ്ഞതുപോലെ നമുക്ക് അനൗചിത്യങ്ങളെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും മോശങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. കാര്യം അത് ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ അതൊരു തിരുത്തൽ പ്രക്രിയയായിട്ടോ ഒരു തിരുത്തൽ സൂചനയായിട്ടോ അത് നിലകൊള്ളും. അല്ലാതെ
നമ്മളിത് മറിച്ചിട്ട് ഒരു നറേറ്റീവ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് അത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 6 മാസമാകാതെ ഒരു മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രവർത്തനത്തിന് നമ്മൾ വിലയിരുത്താൻ പോകരുത്. ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. മനുഷ്യനാണ്, ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം, ചിലപ്പോൾ ഔചിത്യങ്ങൾ ചിലപ്പം തെറ്റിപ്പോയേക്കാം, ചിലപ്പോൾ ആ പറഞ്ഞതുപോലെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ആ ഭക്ഷണം കഴിക്കാൻ നോക്കുക, ഞാൻ 15 ഐറ്റം കണ്ടില്ല. ഞാൻ ആകെ എണ്ണിയത് ഈ മറ്റേ വീഡിയോയിൽ കണ്ട സംഗതിയാണ്. 6 7 മാക്സിമം 6 7 അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ 3 പച്ചക്കറി ആ ദിവസം ആ ചിത്രം നോക്കൂ. ഇപ്പൊ നേരത്തെ താങ്കൾ തന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മരിച്ച വീട്ടിലെ ആളുകൾ TV കാണില്ലായിരിക്കും, പക്ഷെ സമീപത്തെ അയൽവാസികൾ കാണുന്നുണ്ടാകും. അതുപോലെ ക്യാമ്പിലെ ആളുകൾ ഇത് കാണുന്നുണ്ടാവില്ലേ? ഞങ്ങളുടെ എല്ലാം ഒരു വെള്ളത്തിൽ ഒലിച്ചു പോയി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇത്രയും ആ തീന്മേശയ്ക്ക് മുന്നിൽ ഇരിക്കുന്ന ആ ദൃശ്യം കാണുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. അവർക്കൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ന്യായീകരണമൊന്നുമില്ല. അപ്പൊ അത് ഈ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം ഔചിത്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ചർച്ചയിലേക്ക്.